എന്തൊരു ചൂടല്ലേ മിസ്സേ. ആ, മീരയുടെ അമ്മ റിപ്പോർട്ട് കാർഡൊക്കെ കണ്ടില്ലേ? അല്ലല്ല മിസ് പൊക്കും. എന്തു തോന്നുന്നു? ഈ സെമ്മിൽ ഭയങ്കര ഉഴപ്പായിരുന്നു മീര. ഉഴപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ്സിൽ പോലും ആൾ കൃത്യമായിട്ട് കയറിയിട്ടില്ല. ഒന്നുകിൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ പ്രാക്ടീസിനായിട്ട് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം കുട്ടികൾ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ഇതിനൊന്നും പോകണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. ഇത് അസൈൻമെൻറ്റ് സമയത്ത് വെക്കില്ല, കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ സെമിനാർ, അത് വേറെ കോളേജിൽ നിന്നൊക്കെ ടോപ്പിക്ക് എടുത്തിട്ട് വരും. അവർ ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെമിനാറുകൾ നമ്മളെങ്ങനെ അപ്രൂവ് ചെയ്യാനാ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻറ്റേർണൽ അണ്ടറാണ്. അതല്ല എൻ്റെ, എനിക്ക് ദേഷ്യം വരുന്ന അതാ. ആൾക്ക് നല്ല കഴിവുണ്ട്, എക്സ്റ്റേണൽ എഴുതി എടുക്കട്ടെ, ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ. ആൻറ്റി വിഷമിക്കാൻ പറഞ്ഞതല്ല. എനിക്കെന്തിനാ ആൻറ്റി അങ്ങനെ പേഴ്സണലി ഞാൻ ആരോടും ദേഷ്യം വെച്ച് പെരുമാറുന്ന ഒരാളല്ല. പിന്നെ മീരയെ ടാർഗറ്റ് ചെയ്താണ് മീരയ്ക്ക് തോന്നിയതെങ്കിൽ ആളുടെ ഉള്ളിൽ അങ്ങനൊരു ഭീതിയുണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല ആൻറ്റി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനിയിപ്പോൾ എന്തായാലും എക്സ്റ്റേണൽ എഴുതി എടുക്കണമല്ലോ, അതെൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം. ആൻറ്റി ധൈര്യമായിട്ട് ചെന്നോളൂ. റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്ത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചാൽ മതി. ശരി മീര, ആൻറ്റി പോയിട്ട് എൻ്റെ അടുത്തൊന്ന് വരണം കേട്ടോ. ആ മീര. എടോ, എനിക്ക് തന്നോട് പേഴ്സണലി എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ ഞാൻ തന്നെ വഴക്ക് പറയുന്നതും തന്നെ പോയിൻ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതും? തനിക്ക് അങ്ങനെയാണോ തോന്നിയത്? അങ്ങനെയല്ല. ഇത് തൻ്റെ കോർ പേപ്പറാണ്. ഇതിൻ്റെ ക്ലാസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് തനിക്ക് തന്നെയാണ്. ഇത് പലതവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടും തനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ദേഷ്യം വരും. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എക്സ്റ്റേണൽ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണം. അപ്പോൾ സ്റ്റഡി ലീവിന് എങ്ങനെയാ? തന്നൊരു കാര്യം ചെയ്യ്, ഹോസ്റ്റലിലോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. നമുക്കെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഞാനെല്ലാം പഠിപ്പിക്കാം ഒന്നുകൂടെ. താൻ വന്നാൽ മതി. ഓക്കെ, ശരി. ഇനി അമ്മ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നെ. ശരി, ചെല്ല്.